താങ്ക്സ് ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ്. ഗ്യാലറിയിലെ നീലക്കടലാരവം നിലയ്ക്കുകയും അലമാലകളിൽ ഈ വരികൾ തെളിയുകയും ചെയ്തു. സോണാർ സുനിൽ എന്നത്ര നേരം ആർത്ത ജനസാഗരം ഒരു വേള നിശബ്ദമായി. കൈകൂപ്പി മൈതാനത്ത് വലം വച്ച് ഗ്യാലറിയെ അഭിവാദ്യം ചെയ്ത രാജ്യത്തിൻ്റെ എക്കാലത്തെയും കരുത്തനായ നായകനെ ഈറൻ കണ്ണുകളോടെ, നിറഞ്ഞ ഹർഷാരവത്തോടെ, കണ്ണിമ ചിമ്മാതെ ആരാധകലോകം നോക്കി നിന്നു. കണ്ണീരുപ്പിനാൽ തീർത്ത തടാകമായി സാൾട്ട് ലേക്ക്. സുനിൽ ഛേത്രിക്ക് കളിക്കളത്തിൽ വിട. 19 വർഷം, 151 അന്താരാഷ്ട്ര മത്സരങ്ങൾ, 94 ഗോളുകൾ. ക്രിക്കറ്റ് ജീവിതമാക്കിയ പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ ഗോൾ സെഞ്ചുറിക്ക് ഒരു സിക്സർ ദൂരം മാത്രം ബാക്കി നിർത്തി ഭാരത ഫുട്ബോളിൻ്റെ ഇതിഹാസ നായകൻ ബൂട്ടഴിച്ചു. ലോക ഫുട്ബോൾ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് പന്ത് തട്ടിക്കയറിയ ഒരേയൊരു ഭാരതീയൻ. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും പിന്നിൽ ഗോൾ എണ്ണത്തിൽ മൂന്നാമനായവൻ. പ്രകടനമാണ് എൻ്റെ പ്രായമെന്ന് ഉറക്കെ പറഞ്ഞവൻ. ലോകം കൊതിക്കുന്ന ഫിനിഷർ. സെക്കന്ദരാബാദിൽ പിറന്ന് സിക്കിമിൽ വളർന്ന് ആരവങ്ങൾക്കെതിരെ നീന്തിത്തുടിച്ചവൻ. നിശബ്ദ ഗ്യാലറികളെ തീപിടിപ്പിച്ചവൻ. ഛേത്രി ഒരു യുഗമാവുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ 20 ആണ്ട് ഛേത്രിയുടെ കാലുകൾക്കൊപ്പം സഞ്ചരിച്ചതാണ് ഈ ആരാധക വൃന്ദം അത്രയും. ഉയരക്കുറവ് ഉയരമാക്കിയ എണ്ണം പറഞ്ഞ ഹെഡറുകളിൽ, കാലിൽ പന്തെത്തിയാൽ കുതിരവേഗം ആർജിക്കുന്ന മാസ്മരികതയിൽ മനം മയങ്ങി ഒരു മെസ്സിയില്ലാത്തത് നമ്മൾ മറന്ന കാലം. നാട്ടിൻ പുറത്തെ കളിപ്പറമ്പുകളിൽ നിന്ന് ലോക ഫുട്ബോളിൻ്റെ തട്ടകത്തിലേക്ക് കണ്ണും മനസ്സും പറിച്ചു നട്ട ആവേശക്കാലത്തും ഇവിടെ ഒരാൾ ഇങ്ങനെ നീലാകാശത്തിൻ്റെ പൊക്കത്തിൽ നിറഞ്ഞു നിന്നു. മെസ്സിയും ക്രിസ്ത്യാനോയും എംബാപ്പയും നെയ്മറുമൊക്കെ കൂറ്റൻ ഫ്ലെക്സുകളിൽ, കട്ടൗട്ടുകളിൽ നാടാകെ നിറഞ്ഞ കാലത്തും അവർക്കിടയിൽ ഛേത്രിയും ഉയർന്നു. ഒരു കാലം വരും, ലോകകപ്പ് ഫുട്ബോളിൻ്റെ കളിമൈതാനങ്ങളിൽ ഛേത്രി പ്രിയപ്പെട്ടവനെ എന്ന് മെസ്സിയൻ താളത്തിൽ മെക്സിക്കൻ തിരമാലകൾ പോലെ നമ്മളും ആർത്തിരമ്പും. കാൽപ്പനികതയുടെ കാഴ്ചകളിലേക്ക് ശരാശരി ഭാരതീയനെ ആർജവത്തോടെ നടക്കാൻ പഠിപ്പിച്ച ആ കാൽവിരുന്ന് സാൾട്ട് ലേക്കിൻ്റെ പച്ചപ്പിൽ അവസാനിക്കുന്നു. കരിയറിലെ അവസാന മത്സരത്തിന് ഇറങ്ങും മുൻപ് കഴിഞ്ഞ ദിവസം രാത്രി സാൾട്ട് ലേക്കിലെ ഛേത്രിയുടെ പരിശീലനം പോലും ആരാധകർ ഉത്സവമാക്കിയിരുന്നു. മൈതാനത്ത് ഛേത്രി പന്ത് തൊട്ടപ്പോഴെല്ലാം അവർ ആരവമുയർത്തി. അമ്ര ഛേത്രി കേല മിസ് കോർബോ ഖൂബ്, നിന്നെ ഞങ്ങൾ മിസ് ചെയ്യും ഛേത്രി എന്ന് ബംഗാളിയിൽ എഴുതിയ പ്ലക്കാർഡുകളുമായാണ് അവർ മൈതാനത്തിന് പുറത്ത് തടിച്ചുകൂടിയത്. AFC ചലഞ്ച്, 4 സാഫ്, 3 നെഹ്റു കപ്പ്, 2 ഇന്റർ കോണ്ടിനെന്റൽ. ഛേത്രി തൊട്ട കിരീടങ്ങൾ അർജുന, ഖേൽരത്ന, പത്മശ്രീ. രാജ്യം ഛേത്രിക്ക് തൊട്ട തിലകങ്ങൾ. 2005 ജൂൺ 12 പാകിസ്ഥാനെതിരായ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ 20കാരൻ്റെ തേരോട്ടത്തിനാണ് പിൽക്കാലം സാക്ഷ്യം വഹിച്ചത്. സാക്ഷാൽ ബൈച്ചുങ് ബൂട്ടിയയ്ക്ക് പകരക്കാരനായാണ് അന്ന് ഛേത്രി കളത്തിലിറങ്ങിയത്. 65-ാം മിനിറ്റിൽ പാകിസ്ഥാന്റെ നെഞ്ചകം പിളർന്ന ഗോളിലൂടെയാണ് ഛേത്രി വരവറിയിച്ചത്. ബൂട്ടിയ ബൂട്ടഴിക്കും മുൻപേ പുതിയ നായകന്റെ എഴുന്നള്ളത്തായിരുന്നു അത്. 2004 അണ്ടർ 19 നായകനായി തുടങ്ങിയ ഛേത്രി രാജാവായി പടിയിറങ്ങുന്നു. മുമ്പൊരിക്കലും മറ്റൊരു ഭാരതീയ ഫുട്ബോൾ താരത്തിനും ലഭിക്കാത്ത യാത്രയയപ്പ്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ സാൾട്ട് ലേക്കിൽ കുവൈറ്റിനെതിരെ പൊരുതിയാണ് തല ഉയർത്തി ഛേത്രി മടങ്ങുന്നത്. ഒരു ദിവസം മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളിൽ ഈ ചെറിയ മനുഷ്യൻ്റെ വലിപ്പമുണ്ട്. ജയിച്ചാൽ മിക്കവാറും യോഗ്യത നേടും. നാട്ടിലും പുറത്തും മികച്ച 5 ഗെയിമുകൾ. ടീം യാത്ര ചെയ്യുന്നിടത്തെല്ലാം നല്ല സ്യൂട്ടുമിട്ട് ഞാനും കളി കാണാൻ പോകും. 19 വർഷവും ടീമിനൊപ്പമായിരുന്നു സഞ്ചാരം. ഇനിയും ഒരു ആരാധകനായി അവർ എവിടെ പോയാലും പിന്തുണയ്ക്കാൻ ഞാൻ കൂടെയുണ്ടാവും. കണ്ണിരുപ്പിനാൽ തീർത്ത തടാകമായി സാൾട്ട് ലേക്ക്. സുനിൽ ഛേത്രിക്ക് കളിക്കളത്തിൽ വിട.